എൻ ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അത്തിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി അൾത്താരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ഈശോയെ, അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ എന്നിൽ സംഭവിക്കട്ടെ. വിശ്വസിച്ചോളൂ, കർത്താവ് നിന്നിൽ ഇടപെടും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 10-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനം 10-17 വളരെ ശക്തമായ, നമുക്കൊക്കെ പരിചയമുള്ള വചനമാണ്. ഒന്ന് വായിച്ചേ, ശക്തമായ വചനം ഒന്ന് പഠിക്കാം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, യെസ് കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? പൈശാചിക പീഡകൾ കീഴ്പ്പെടും. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തില് ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട നാമം യേശുവിന്റെ നാമം. ഇത് ഇന്നേ ദിവസം മാത്രമല്ല, ഇതൊരു ട്രെയിനിങ് ആയിട്ട് സ്വീകരിച്ചോണം. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ വ്യക്തിപരമായൊരു പ്രാർത്ഥനാ ശൈലിയാക്കി മാറ്റണം യേശുവിന്റെ നാമം. അതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിത അന്തരീക്ഷം മാറും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞത്, അങ്ങനെ അവന്റെ നാമം, യേശുവിന്റെ നാമം നീ ഉള്ളിൽ വഹിക്കുമ്പോൾ ലോകത്തുള്ള ബാക്കി എല്ലാവരും നിന്നെ നോക്കി ഭയപ്പെടും. പിശാചിന് നിന്റെ അടുക്ക വരാൻ ഭയം തോന്നും. ഇപ്പൊ നമ്മുടെ അടുക്കൽ പിശാച് വരുന്നതിന് എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ലാതെ കിടക്കുക. നമ്മുടെ ഉള്ളിൽ ദൈവീകമായ സാന്നിധ്യം കുറയുമ്പോൾ പിശാച് കയറി ഇടപെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യേകിച്ച് കുടുംബങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ, കുടുംബ പ്രാർത്ഥന മുടങ്ങുമ്പോഴല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കുടുംബ പ്രാർത്ഥന മുടങ്ങുമ്പോൾ പെട്ടെന്ന് വളരെ വലിയ അസ്വസ്ഥതകൾ വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ അസ്വസ്ഥതകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിങ്ങനെ വരാൻ എന്താണ് കാരണം? അങ്ങനെ ചിന്തിച്ചു പോവും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? വീട്ടിൽ പ്രാർത്ഥനകൾ ഉയർന്നു കഴിഞ്ഞാൽ സാത്താൻ ഇരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് യേശുവിന്റെ നാമം നമ്മുടെ വീട്ടിലൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ അന്തരീക്ഷത്തിൽ സാത്താന് ഭയമുണ്ട്. അവന് നമ്മളെ തൊടാൻ പറ്റത്തില്ല. നമ്മുടെ തലയ്ക്കകത്ത് അനാവശ്യമായ ചിന്തകൾ വന്ന് നമ്മളെ അല്ലെങ്കിൽ പീഡിപ്പിക്കും, നമ്മളെ ഭാരപ്പെടുത്തും, നമ്മളെ അസ്വസ്ഥപ്പെടുത്തി എവിടെയെങ്കിലും ഇരുത്തിക്കളയും. ചിലരെ കണ്ടിട്ടുണ്ട്, ശുശ്രൂഷ മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സഹോദരനെ കഴിഞ്ഞ നാൾ കാണാൻ ഇടവന്നു. അദ്ദേഹം ചില കാരണങ്ങളുടെ പേരിൽ ഭാരപ്പെട്ട് വീട്ടിൽ ഇപ്പൊ ഒന്നിനും പോകുന്നില്ല, ശുശ്രൂഷയ്ക്കൊന്നും പോകുന്നില്ല. അദ്ദേഹത്തെ കണ്ടപ്പോൾ പ്രാർത്ഥന എല്ലാം കുറഞ്ഞു. ഇപ്പൊ 24 മണിക്കൂറും വീട്ടിൽ ഇരുന്നുകൊണ്ട് മൊബൈലില്, സീരിയല്, പിന്നെ ന്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. തലയ്ക്കകത്ത് മുഴുവൻ കിടക്കുന്നത് ഈ കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ ഏത് കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ ചിന്തകളും ആലോചനകളും ധാരണകളും മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മള് രാവിലെ തൊട്ട് ടെലിവിഷനില് ന്യൂസ് മാത്രം കണ്ടോണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചോ, നിന്റെ തലയ്ക്കകത്ത് എന്താ കയറുന്നത്? ഈ വാർത്തകൾ മാത്രമേ തലയ്ക്കകത്തുള്ളൂ. ഈ വാർത്തകൾ മാത്രം. കാണുന്ന വാർത്തകൾ വല്ലതും നല്ലതാണോ? ഒന്നും നല്ലതൊന്നുമല്ല. ഈ ചർച്ചകളും ഈ കാര്യങ്ങളും തലയ്ക്കകത്ത് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഓരോ കാര്യത്തെയും ഈ തലയ്ക്കകത്തുള്ള ഈ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 28:10 പഠിപ്പിച്ചത്, നീ എന്ത് ചെയ്യണം? നിന്റെ ഉള്ളിൽ യേശുവിന്റെ നാമം വഹിക്കുന്നത് കണ്ടാൽ ആ ലോകത്തുള്ള എല്ലാവരും നിന്നെ നോക്കി ഭയപ്പെടുന്നു. നിന്റെ അടുക്കലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്കൊരു ബഹുമാനമൊക്കെ വന്നോളും. ഇപ്പൊ ഇല്ലാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ യേശുവിന്റെ നാമം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രഖ്യാപിക്കാത്തത് കൊണ്ടല്ലേ? ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി നമ്മൾ അല്പസമയം യേശുവിന്റെ നാമം, ആ നാമം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ആ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുമ്പായി 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചോളൂ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച്
യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ സമയം നിങ്ങൾ ഏതെങ്കിലും നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഒരു 3 നിയോഗം നിങ്ങൾ മനസ്സിൽ കാണുക. ഈശോയെ, ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ നിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 നിയോഗങ്ങളിൽ അത്ഭുതകരമായി അങ്ങ് ഇടപെടണമേ. അതൊരു പക്ഷേ നീ പ്രാർത്ഥിച്ച് മടുത്ത കാര്യങ്ങളാവും. ഇനി പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ഏതു തന്നെയാണെങ്കിലും ഒരുപക്ഷെ നാളുകളായിട്ട് പ്രാർത്ഥിച്ച് ഇനി ഇതൊക്കെ എന്താകുമെന്നുള്ളൊരു ഭാരമുണ്ടാവും. ഒരുപക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളവരുണ്ടാവും. ഇതൊക്കെ എനിക്ക് ലഭിക്കുമോ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഒരു 3 നിയോഗം സമർപ്പിച്ച് കണ്ണുകൾ അടച്ചോളൂ. 2 കരങ്ങൾ നെഞ്ചോട് ചേർക്കണം. യേശുവിന്റെ നാമം അത് സ്വർഗീയ നാമമാണ്. ആ നാമം ഉള്ളിന്റെ ഉള്ളിൽ പലതവണ ആവർത്തിച്ച് പറയണം. യേശുവേ 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 എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ഓരോരുത്തരും അത് പറയുമ്പോൾ നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും യേശുവിന്റെ നാമം അതിങ്ങനെ സാവധാനം ചലിക്കട്ടെ. 2 കരങ്ങളും ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച്, 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ നിന്റെ രക്തധമനികളിൽ യേശുവിന്റെ നാമം അതിങ്ങനെ ആവർത്തിച്ച് യേശുവേ യേശുവേ എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ ഇതാ എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ യേശുവേ നിന്റെ നാമം ചലിക്കട്ടെ, നിന്റെ നാമം ചലിക്കട്ടെ, നിന്റെ നാമം ചലിക്കട്ടെ, നിന്റെ നാമം ചലിക്കട്ടെ, നിന്റെ നാമം ചലിക്കട്ടെ. നെറ്റിയിലൊന്ന് കുരിശടയാളം വരച്ച് ആ നെറ്റിത്തടത്തെ വിശുദ്ധീകരിച്ച് തുടർന്ന് 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് 2 കരങ്ങളും നീ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോളൂ. നിന്റെ മുമ്പിൽ ഈശോ നിൽക്കുന്നു. നീ മറ്റൊന്നും ചിന്തിക്കണ്ട. നിന്റെ മുമ്പിൽ ഈശോ നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യേശുവിനെ അവന്റെ നാമം വിളിച്ച് സ്തുതിക്കാനും ആരാധിക്കാനും നന്ദി പറയാനുമുള്ള വലിയ ഒരു തീരുമാനം. മറ്റൊന്നും ചിന്തിക്കണ്ട. നിന്റെ അടുത്ത് മറ്റുള്ളവർ നിൽക്കുകയല്ല, മറിച്ച് നിന്റെ മുമ്പിൽ ഇതാ ഈശോ നിൽക്കുന്നു. ആ ഈശോയുടെ സാന്നിധ്യം മനസ്സിൽ കണ്ട് സങ്കീർത്തനം 80:18 തിരുവചനം പഠിപ്പിക്കുന്നു, ഞങ്ങൾക്ക് ജീവൻ നൽകണമേ, ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞങ്ങൾക്ക് ജീവൻ നൽകണമേ, ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നുവെന്ന് 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ പറയണം. ഉച്ചത്തിൽ പറഞ്ഞ് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 91:14 വചനം, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ഉച്ചത്തിൽ പറഞ്ഞ് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനം, വഴിയും സത്യവും ജീവനുമായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ഏക രക്ഷകനായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 1 തിമോത്തിയോസ് 2:5 ഞങ്ങളുടെ മധ്യസ്ഥനായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്ക 3:22 ദൈവപുത്രനായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 1:3 സൃഷ്ടികർത്താവായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 8:12 ലോകത്തിന്റെ പ്രകാശമായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 11:25 പുനരുത്ഥാനവും ജീവനുമായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 10:10 സമൃദ്ധമായ ജീവൻ ഞങ്ങൾക്ക് തരുന്ന യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മത്തായി 4:24 രോഗശാന്തി നൽകുന്നവനായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മത്തായി 18:45 കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവനായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മത്തായി 5:44 ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മത്തായി 11:28 പാപങ്ങളോട് അലിവുള്ള യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മത്തായി 1:21 പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മത്തായി 9:6 പാപമോചകനായ യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്ക 5:20 പാപങ്ങൾ ക്ഷമിക്കുന്ന യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്ക 7:36 പാപിനിക്ക് മോചനം നൽകി യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 8:34 ഞങ്ങളെ സ്വതന്ത്രനാക്കുന്ന യേശുവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വെളിപാട് 3:20 ഞങ്ങളുടെ ഹൃദയത്തിൽ മുട്ടി വിളിക്കുന്ന യേശുവേ ഞങ്ങൾ അങ്ങയെ
സ്തുതിക്കുന്നു. 1 പത്രോസ് 2:2 ഞങ്ങൾക്ക് പാപമോചനം നൽകുന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 1 പത്രോസ് 2:24 ഞങ്ങളെ സുഖപ്പെടുത്താൻ മുറിവേറ്റവനായ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 15:15 ഞങ്ങളെ സ്നേഹിതരായി തെരഞ്ഞെടുത്ത യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. റോമ 6:23 മരണ ഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. റോമ 8:1 ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്ക 15:45 ഞങ്ങളെ തേടി വരുന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്ക 15:4 മുതൽ ഞങ്ങളെ തോളിലേറ്റി താലോലിക്കുന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 8:11 പാപ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 8:11 തിന്മയുടെ ശക്തിയിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്ക 4:3 വചനം ജഡത്തിന്റെ മേൽ വിജയം നേടിയ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്ക 4:5-8 കണ്ണിന്റെ ദുരാശയിൽ നിന്ന് വിജയം നേടിയ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച ഉച്ചത്തിൽ ലൂക്ക 4:9 തിരുവചനം ജീവിതത്തിന്റെ അഹന്തയിൽ നിന്ന് ജയം നേടിയ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 10:14 നല്ല ഇടയനായ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 6:35 ജീവന്റെ അപ്പമായ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്ക 23:46 ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 19:1 ഞങ്ങൾക്ക് വേണ്ടി മുൾമുടി ഏറ്റു വാങ്ങി യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മത്തായി 27:19 ഞങ്ങൾക്ക് വേണ്ടി അപമാനം സഹിച്ച യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്ക 22:44 ഞങ്ങൾക്ക് വേണ്ടി രക്തം വിയർത്ത യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മത്തായി 11:28 ആശ്വാസദായകനായ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 17:9 ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മത്തായി 27:30 ഞങ്ങൾക്ക് വേണ്ടി ചാട്ടവാറടിയേറ്റ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 19:17 ഞങ്ങൾക്ക് വേണ്ടി കുരിശു ചുമന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 1 യോഹന്നാൻ 1:7 അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കുന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 1 കൊരിന്തോസ് 6:20 ഞങ്ങളെ വില കൊടുത്ത് വാങ്ങി യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 2 കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. മർക്കോസ് 10:4 ഞങ്ങൾക്ക് വേണ്ടി മോചന ദ്രവ്യമായി തീർന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ലൂക്ക 24:5 മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 19:34 ഞങ്ങൾക്ക് വേണ്ടി ഹൃദയത്തിൽ കുത്തേറ്റ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശയ്യ 53:2 ഞങ്ങൾക്ക് വേണ്ടി വിരൂപനായ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശയ്യ 54:4 ഞങ്ങളുടെ ദുഃഖങ്ങൾ ചുമന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശയ്യ 53:5 ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 1 പത്രോസ് 5:7 ഞങ്ങളുടെ ഉത്കണ്ഠകൾ ഏറ്റെടുത്ത യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശയ്യ 53:3 ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശയ്യ 53:4 ഞങ്ങളുടെ വേദനയും ദുഃഖവും ഏറ്റെടുത്ത യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശയ്യ 53:4 ഞങ്ങൾക്ക് വേണ്ടി പ്രഹരിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശയ്യ 53:5 ഞങ്ങളുടെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്ത് ഞങ്ങളെ രക്ഷിച്ചവനായ യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശയ്യ 53:7 ഞങ്ങൾക്ക് വേണ്ടി മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശയ്യ 53:6 അങ്ങയുടെ ക്ഷതങ്ങളാൽ ഞങ്ങളെ സുഖപ്പെടുത്തുന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യോഹന്നാൻ 2:2 എന്റെ പാപങ്ങൾക്ക് പാപ പരിഹാര ബലിയായി തീർന്ന യേശുവേ. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അവന്റെ നാമം വഹിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടും. ലോകം മുഴുവൻ അവനെ ഭയപ്പെടും. അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ അത്ഭുതകരമായ ദൈവിക ശക്തിയുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിന്റെ നാമം ജീവനുള്ളിടത്തോളം കാലം ആവർത്തിച്ച് നീ പറയേണ്ട നാമം, നിന്റെ ജീവിതത്തിൽ എന്നും എപ്പോഴും ഉരുവിടേണ്ട നാമം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് സ്വരമുയർത്തി സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്റെ നിയോഗങ്ങളിൽ കർത്താവ് ഇടപെടുന്നു. നിന്റെ ചിന്തകളിൽ കർത്താവ് ഇടപെടുന്നു. നിന്റെ ദുഃഖത്തിൽ കർത്താവ് ഇടപെടുന്നു. നിന്റെ ജീവിത അനുഭവത്തിൽ കർത്താവ് ഇടപെടുന്നു. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കണ്ണടച്ച് കൈയടിച്ചേ. സന്തോഷത്തോടെ കൈയടിച്ചേ. പോരാ, നല്ല കൈയടി. ഓരോരുത്തരും നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ സമയത്ത് യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് വിശ്വസിച്ച്, യേശുവേ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു, സംഭവിക്കട്ടെ, എന്നിൽ സംഭവിക്കട്ടെ, വിശ്വസിച്ച് നന്നായിട്ട് കൈയടിച്ച. പോരാ,
യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം പഠിക്കേ. വാഴ്ത്തുന്നു യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. ചേർന്ന് യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. സർവനാഥനീ സർവരക്ഷനായക സർവപാപമോചക അങ്ങേ നാമം പഠിക്കേ. വാഴ്ത്തുന്നു. യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. ലോകത്തിൻ പ്രകാശമേ കൂരിരുൾ നീക്കണേ ദിവ്യ ദിവ്യ ചിന്തനേ ദിവ്യകാന്തി എല്ലാവരും യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. കാലത്തിനറൂരിയോളം ഞങ്ങളൊത്തു വാഴണേ എന്നും ഞങ്ങളെ വഴി നടത്തണേ പ്രഭു. ചേർന്ന് യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു. വചനമാർഗം കാട്ടണേ വചനശക്തി നൽകണേ ദിവ്യവചന ശക്തിയാൽ ദാസരക്ഷ നേടട്ടെ. യേശു യേശു യേശുവേ യേശുനാമം പാവനം കരങ്ങൾ ഉയർത്തി യേശുനാമം പാവനം കൈയടിച്ച് പാടി യേശുനാമം വാഴ്ത്തുന്നു. സന്തോഷത്തോടെ യേശു യേശു യേശുവേ ചേർന്ന് യേശുനാമം പാവനം ദൈവജനം ഒരുമിച്ച് യേശുനാമം പാവനം പഠിക്കേ. യേശുനാമം നാവ് വാഴ്ത്തുന്നു. തുറന്ന് പാടിക്കേ. യേശു യേശു യേശുവേ യേശുനാമം പാവനം വിശ്വസിക്കുന്നു. യേശുനാമം പാവനം ഏറ്റെടുക്കുന്നു. യേശുനാമം വാഴ്ത്തുന്നു. സംഭവിക്കട്ടെ. യേശു യേശു യേശുവേ ഓരോ വ്യക്തിയുടെ മേൽ യേശുനാമം പാവനം യേശുവിന്റെ നാമത്തിന്റെ ശക്തി അവന്റെ നാമത്തിന്റെ കീഴിൽ സൗഖ്യത്തിലുണ്ട്. അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും രക്ഷ പ്രാപിക്കും. ഓ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായ ഒരു ദൈവശക്തി വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കൈകൾ അടിച്ച് പാടട്ടെ. കൈകൾ അടിച്ച് പാടട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. സ്തുതിക്കട്ടെ. നാവ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ വിഷയം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തിയുടെ മേൽ പ്രവർത്തിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളിലും അതിശക്തമായിട്ട് ഇടപെടട്ടെ. ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും ചലിക്കട്ടെ. ആരാധന 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 ആരാധന. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 രക്ഷകാരാധന